ലോക പോലീസ് ചമയുന്ന അമേരിക്ക അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. അമേരിക്കയാണ് ലോകത്തിന്റെ കേന്ദ്രമെന്ന രീതിയിലാണ് പ്രസിഡന്റായി അധികാരമേറ്റ അന്നുമുതൽ ട്രംപ് നടത്തുന്ന പ്രസ്താവനകളും നീക്കങ്ങളും നയതന്ത്ര നടപടികളും. ലോകരാജ്യങ്ങളെ മുഴുവനും അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരാനുള്ള നീക്കമാണോ ട്രംപ് നടത്തുന്നതെന്ന ചോദ്യങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുകയാണ്. ഇപ്പോഴിതാ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേലിന് $3 ബില്യൺ ആയുധങ്ങൾ വിൽക്കാനുള്ള അനുമതി കൂടി നൽകിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2000 പൗണ്ട് ബോംബ് ഉൾപ്പെടെയുള്ളവ വിൽപ്പന ചെയ്യാനുള്ള അനുമതിയാണ് നിലവിൽ ട്രംപ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഇത് ഗാസ സംഘർഷത്തിൽ വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. 2000 പൗണ്ട് ബോംബുകൾ, 35,500 MK-84 BLU-117 ബോംബുകൾ, 4000 പ്രെഡേറ്റർ വാർഹെഡുകൾ എന്നിവ ഉൾപ്പെടുന്ന വമ്പൻ ആയുധകരാറിലാണ് ഇസ്രയേലിന്റെ സൈനികശേഷിയെ ശക്തിപ്പെടുത്തുന്നതിന് അമേരിക്കൻ ഭരണകൂടം അനുമതി നൽകിയത്. ആയുധങ്ങൾ ഇസ്രയേലിന് അടിയന്തരമായി ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിൽപ്പനയെ ന്യായീകരിച്ചു. ഇസ്രായേലിനുള്ള അമേരിക്കയുടെ പിന്തുണയുടെ പ്രകടനമായി ഈ തീരുമാനം കാണപ്പെടാം. എന്നാൽ സംഘർഷം വർദ്ധിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പല ചോദ്യങ്ങളും ഇത് ഉയർത്തുന്നുണ്ട്. ആയുധകരാറിനിടയിൽ ഗാസ സംഘർഷത്തിലെ തർക്കവിഷയമായ ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ തയ്യാറല്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഗാസ വെടിനിർത്തൽ നീട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ കെയ്റോയിൽ നടക്കാനിരിക്കുകയാണെങ്കിലും ഇതിലുൾപ്പെട്ട കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗാസയിൽ ചർച്ച നടത്താൻ ഹമാസ് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കരാറിന്റെ ആദ്യ റൗണ്ട് നീട്ടണമെന്നാണ് ഇസ്രയേൽ നിർബന്ധം പിടിക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യ റൗണ്ട് ശനിയാഴ്ച അവസാനിച്ചതും വെള്ളിയാഴ്ച അവസാനിച്ച ബന്ദികളുടെ കൈമാറ്റവും തടവുകാരുടെ മോചനവും കഴിഞ്ഞത് അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചേക്കാമെന്ന ആശങ്കയാണ് ഉയർത്തുന്നത്. ഇത് മേഖലയെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് തള്ളിവിടാൻ സാധ്യതയുമുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഈ സംഭവവികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. പലരും സംയമനം പാലിക്കാനും ചർച്ചയിലൂടെ ഒത്തുതീർപ്പാക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിന് അമേരിക്കയുടെ ഗണ്യമായ ആയുധ വിൽപ്പന ഇസ്രായേലിന്റെ സുരക്ഷയോടുള്ള പ്രതിബദ്ധതയുടെ സൂചനയായി കാണപ്പെടാം. പക്ഷേ സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങളുടെ ആവശ്യകതയെയാണ് അടിവരയിടുന്നത്. പ്രതിനിധി മക്കോൾ പറഞ്ഞ പോലെ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന ത്വരിതപ്പെടുത്തുന്നത് ഒരു പ്രധാന സഖ്യകക്ഷിയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ നിർണായകമാണ്. എന്നാൽ ഈ ശ്രമങ്ങൾ മേഖലയിൽ ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പാക്കേണ്ടതും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്.